ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പല ഓപ്ഷൻസ് നമുക്ക് അറിയാറില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 99% അറിയാത്തതായിരിക്കും ഈ ഒരു ഓപ്ഷൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. സാധാരണ നമ്മുടെ ഭാഷ, അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറേ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ നമുക്ക് കാണാം. പക്ഷേ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നൊരു കാര്യം വളരെ യൂസ്ഫുൾ ആണ്. അത് നമുക്ക് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് പകരം, അതായത് ഗൂഗിൾ അസിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണും. പക്ഷേ അതിന് പകരം നമുക്ക് ഇവിടെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ ഇവിടെ ഹോം ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടാപ്പ് ദി മൈക്ക് ടു ടോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറയേണ്ടത് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കൊന്ന് പ്രൊനൗൺസ് ചെയ്താൽ മതി. ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്റർപ്രറ്റർ എന്നുള്ള ആ വാക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും മൈക്കിൽ പറഞ്ഞാലും മതി. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, യു സ്പീക്കും ദേ സ്പീക്കും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ യു സ്പീക്കിൽ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ഭാഷ അത് ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മലയാളം ആണെങ്കിൽ നമ്മൾ മലയാളം കൊടുക്കുക. ഇവിടെ മലയാളം ഞാൻ കൊടുക്കുകയാണ്, മലയാളം കൊടുത്തു. ഇനി ദേ സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ അത് ഇംഗ്ലീഷിലേക്ക് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നോക്കൂ, വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് രണ്ട് മൈക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് മലയാളമാണ്. അപ്പോൾ നമുക്ക് ഏത് ഭാഷയാണ് നമുക്ക് സംസാരിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ ഒന്ന് ആ മൈക്കിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി തുടങ്ങാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഹലോ, സുഖമാണോ? അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് പ്രൊനൗൺസ് ചെയ്തും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഏറ്റവും ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷുകാരോടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ആ മലയാളം ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് കേൾക്കാൻ, ഇംഗ്ലീഷുകാർക്ക് കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് മനസ്സിലാവാനും അത് പ്രൊനൗൺസ് ചെയ്ത രീതിയും കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഭാഷയുടെ കാര്യം നിങ്ങൾ പേടിക്കേ വേണ്ട. ജസ്റ്റ് ഒന്ന് ഹോം സ്ക്രീനിൽ പ്രസ് ചെയ്തിട്ട് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ സുഖമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആ മൈക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളെ സംബന്ധിച്ചോളം ഭാഷ ഒരു പ്രശ്നമേ ആവില്ല. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. പക്ഷേ പലർക്കും, അതായത് 99% ആളുകൾക്കും ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിപ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരുമായിട്ടും, ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളുമായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള വളരെ വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ്, സൈനിങ് ഔട്ട്.